ഹലോ ഓൾ ഡിബിസി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കരിയർ ബ്രേക്ക് എന്നെ ബാധിക്കുന്നതെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെല്ലാം അറിയാമായിരിക്കും, ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു കരിയർ ബ്രേക്ക് എടുത്തേക്കാണ്, ഇപ്പം ലീവാണ്, അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. അപ്പം ഈ ഒരു ബ്രേക്ക് എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും നമുക്കറിയാം, നമ്മളൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി ജോലി ചെയ്ത ഒരാൾ ഒരു ബ്രേക്ക് എടുക്കുമ്പം ഉറപ്പായിട്ടും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, അതുപോലെ ദോഷങ്ങളും ഉണ്ടാവും. പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം ആദ്യം നമ്മൾ പോസിറ്റീവ്സിലോട്ട് കിടക്കാം, എന്നിട്ട് നെഗറ്റീവ്സിലോട്ട് പോവാം കേട്ടോ. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ബ്രേക്ക് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് നല്ല ക്വാളിറ്റി ടൈം ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞൂടെ ആയതുകൊണ്ട്, ഞാനിപ്പോൾ വർക്കിംഗ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണ്ട രീതിയിൽ കൊണ്ടു നടക്കാനോ നോക്കാനോ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ, കുഞ്ഞിന് ഇപ്പം കിട്ടേണ്ട ആ ഒരു, ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ന്യൂ ബോണിന് വേണ്ട ആ ഒരു കെയർ, ഒരു മദർലി കെയർ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരുന്നുണ്ടായിരിക്കില്ല. സോ അങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനെ നോക്കുമ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ആ ഒരു ക്വാളിറ്റി ടൈം ഇപ്പം കുഞ്ഞിൻ്റെ കൂടെ മാത്രമല്ല എൻ്റെ ഫാമിലിയുടെ കൂടെ മൊത്തം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവ്, ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ഇപ്പം ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറെ കൂടെ ടൈറ്റ് ആയിട്ട് മാറി. നമ്മൾ കുഞ്ഞൊക്കെ വന്നപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇപ്പം ഫസ്റ്റ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ അല്ലാത്ത സമയത്താണേലും ഈ ബ്രേക്ക് തുടങ്ങിയപ്പോൾ തൊട്ടിട്ടാണേലും കൂടുതൽ ടൈം, ഫ്രീ ടൈം നമുക്ക് നല്ലോണം, പ്രഗ്നൻസി ടൈമിലൊക്കെ ആണേലും ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. കുറെ കൂടെ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനൊക്കെ ആ സമയത്ത് അതുകൊണ്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹെൽത്ത് ഒന്നും അത്ര നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്, ഒരുപാട് ഫ്രീ ടൈം കിട്ടി എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇനി കുറച്ച് അങ്ങോട്ട് ഈ കരിയർ ബ്രേക്കിന്റെ ഒരു നെഗറ്റീവ് സൈഡ്സ് എന്ന് പറയാം കേട്ടോ. ഇതൊന്നും അല്ല, ഒരുപാട് ഉണ്ടായിരിക്കും. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അവിടെ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇപ്പം കോളേജിൽ പോകുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ അത്യാവശ്യം ചെയ്യുന്നു, റെഡി ആവുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ആ സമയത്ത് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകുന്ന സമയത്ത് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കിടക്കുന്നവരെ. ഇപ്പം നമുക്ക് ജോലിക്ക് പോകണ്ട, ഫ്രീ ആണെന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും എഴുന്നേൽക്കുക, എപ്പോഴെങ്കിലും കുളിക്കുക, അതുപോലെ ഭക്ഷണം ആണേലും ഏതെങ്കിലും ഒരു സമയത്ത് വിശക്കുമ്പോൾ കഴിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിംഗ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈഫ് സ്റ്റൈലിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഇപ്പോൾ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈവൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പം ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് ചെയ്യാതെ മടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലും എൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തെന്ന് പറയുന്നത്, ഉറപ്പായിട്ടും ഇതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം മേ ബി. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഫിനാൻഷ്യൽ ഒരു ഡിപ്പെൻഡൻസ് വരും. നമ്മൾ അത്രയും കാലം നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, നമുക്ക് ജോലിയുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ ഏർണിങ്സ് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നടത്തും. പക്ഷേ ജോലി ഇല്ലാണ്ട് വരുമ്പം, അതും ഒരു കുറച്ച് കണ്ടിന്യൂസ് ഒരു വർഷം അല്ലെങ്കിൽ മാസങ്ങൾ നമുക്ക് ജോലി ഇല്ലാണ്ട് വരുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കും ഉറപ്പായിട്ടും ഞാൻ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാമിലി ആണെങ്കിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അത് വന്നിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ ഈ കോളേജിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തെങ്കിലും ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സേവിങ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ എൻ്റെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത്, കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട്
ഈ പോർഷൻസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പ്രിപ്പയർ ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബുക്സ് വായിക്കും. എൻ്റെ ലിറ്ററേച്ചർ ബുക്സ് തന്നെയാണ്. ബുക്ക് വായിക്കുകയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട വരുമായിരുന്നു. ഒരുപാട് സമയം റീഡിങ്ങിനും ലേണിങ്ങിനും വേണ്ടി സ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കരിയർ ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ ഒരു ബുക്സും ഞാൻ തൊട്ട് നോക്കാറില്ല. ലിറ്ററേച്ചറിന്റെ ഭാഗത്തോട്ട് ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ പോലും ബുക്കിന്റെ ഏരിയയിലോട്ട് പോവാതെ മറ്റു പല കാര്യങ്ങൾക്കുമാണ് ഞാനത് സ്പെൻഡ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് വളരെ എന്താ പറയുക ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. കാരണം നമ്മൾ ലേണിംഗ് എന്നൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. നമ്മളൊരു ബ്രേക്ക് എടുത്തെന്ന് കരുതിയിട്ട് നമ്മൾ പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ വായിക്കാതിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. ഇനി അഥവാ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ മറ്റു പല ബുക്സും ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് എന്നെ സംബന്ധിച്ച് അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ്. സോ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇനി അതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. അടുത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലേണിംഗ് ഒക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, റീഡിങ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇനി എന്തുകൊണ്ട് അത് കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കരിയർ ബ്രേക്കിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. സ്ക്രീൻ ടൈം ഭയങ്കരമായിട്ട് കൂടി. അതായത് സ്ക്രീൻ ടൈം, ഒത്തിരി സ്ക്രീൻ ടൈമാണ്. ചുമ്മാ ഇരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, ഷോർട്സ് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഒരു ബാഡ് ഹാബിറ്റിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഫ്രീ ടൈം ഉണ്ട്. ഇപ്പോഴാണ് പിന്നെയും കുഞ്ഞൊക്കെ ആയപ്പോഴാണ് കുറച്ചുകൂടെ അതൊന്ന് കുറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഫ്രീ ആണ്, അല്ലാത്തപ്പോൾ ഒക്കെ ഫ്രീ ആണ്. സോ മാക്സിമം റീൽസ് കാണുക, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. സ്ക്രീൻ ടൈം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പം അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി അത് കുറയ്ക്കണം എന്ന് വിചാരിക്കും. ഇപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യണ്ട. കാരണം ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എൻഗേജ്ഡ് ആണ്, ജോലിയായിട്ട് തിരക്കാണ്, നമുക്ക് സമയമൊന്നുമില്ല. ചിലപ്പം വൈകിട്ട് വന്ന് കുറച്ച് നേരം കിടക്കാൻ നേരത്തൊക്കെ ആയിരിക്കും നമ്മൾ അത്ര എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ്. അടുത്തെന്ന് പറയുന്നത് ഇതെല്ലാവരും മേ ബി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഭയങ്കര ബോർഡം, അതായത് ബോറടിക്കുന്നൊരവസ്ഥ. നമുക്ക് ഒന്നും ചെയ്യാനില്ല, പുറത്തൊന്നും ഇറങ്ങാണ്ടിരിക്കുമ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ആ ഒരു ബോറിങ് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതുപോലൊരു ബ്രേക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. വർഷങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു ബ്രേക്ക് എനിക്ക് ഇനീഷ്യലി നല്ല പാടായിരുന്നു. വെറുതെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 വീക്ക് പോലും അങ്ങനെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോളേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ വെക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. കിട്ടിയാൽ ഒരു സെം ബ്രേക്ക് കിട്ടും. ആ സെം ബ്രേക്കിൽ പോലും നമ്മൾ പല സ്ഥലത്ത് പോവും, സിസ്റ്ററിന്റെ അടുത്ത് പോവും, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവും, ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ നിൽക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോവും. പക്ഷെ ഇതിപ്പം കണ്ടിന്യൂസ്ലി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് തോന്നി. അടുത്തെന്ന് പറയുന്നത് സെൽഫ് കെയർ ചെയ്യാനുള്ള കുറെ കൂടെ സമയം നമുക്ക് കിട്ടാറുണ്ട്. അതായത് നമ്മൾ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മൾ പുറത്ത് പോവാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്പം ഒരു ഹെയർ പാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കിൻ കെയർ ഒരു പാക്ക് ആയിക്കോട്ടെ, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് അപ്ലൈ ചെയ്തിട്ടിരിക്കാം. നമ്മളൊന്നും പേടിക്കേണ്ട, എവിടെയും പോകാനില്ല. അപ്പോൾ ദിവസങ്ങളോളം നമുക്ക് എണ്ണ തേച്ചിരിക്കാം. മറ്റേത് ഞാൻ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അന്ന് തന്നെ ഷാമ്പൂ ഇട്ട് കളയും, എണ്ണ വെച്ചുകൊണ്ടിരിക്കില്ല തലയിൽ. ഇപ്പം ദിവസങ്ങളോളം തലയിൽ എണ്ണയുണ്ട്. അങ്ങനത്തെ കുറച്ച് സെൽഫ് കെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ട്. പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് തന്നെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ കരിയർ ബ്രേക്ക് എന്ന് പറഞ്ഞാലും ഞാൻ ആക്ച്വലി വർക്കിംഗ് തന്നെയാണ്. ഇപ്പം എന്താ പറയുക, വീഡിയോസ് ചെയ്യാനുള്ള സമയം കൂടുതൽ കിട്ടാറുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് സൈഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് എൻ്റെ കരിയർ ബ്രേക്ക് എന്നെ ബാധിച്ചു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. നിങ്ങൾ കരിയർ ബ്രേക്കിൽ ആരെങ്കിലും ഇപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.